അങ്ങനെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ ട്രെയിലർ ടീസർ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാൻ പോകുന്ന ഒറ്റ കാരണം മാത്രം ബേസിൽ ജോസഫ്. ബേസിലുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. ഈ സിനിമയുടെ ഡയറക്ടർ MC ജിതിനാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ശരത് വേലായുധൻ. അത് കഴിഞ്ഞ് ഇതിൻ്റെ മ്യൂസിക് ക്രിസ്റ്റോ സേവിയർ. പിന്നെയുള്ള പ്രധാനപ്പെട്ട നടൻ എന്ന് പറയുന്നത് ബേസിൽ. പിന്നെ നസ്രിയയുടെ കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവായിട്ടുള്ള ഒരു സിനിമ കൂടിയാണിത്. സിനിമയിലെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആരും ഓവറായിട്ടില്ല. ആ പടം ഒരു 10-15 പേര് മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ഇതിൽ ബേസിൽ നമുക്ക് തന്നെ ഒരു മിനിമം ഗ്യാരണ്ടി അത് ഈ സിനിമയിലുണ്ട്. നസ്രിയയുടെ ഒരു നല്ല തിരിച്ചുവരവായിരിക്കും. അങ്ങനെ മാരക ത്രില്ലർ പടമൊന്നുമില്ല, പക്ഷേ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പടം. ഈ സിനിമ സാധാരണ ഈ ത്രില്ലറായിട്ടുള്ള പടങ്ങളിൽ ട്വിസ്റ്റിങ്ങിനെ ഒരു ഗ്രാഫ് ലെവലിലായിരിക്കും, പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഒരേ ഒഴുക്കിൽ ഇതിൻ്റെ വീഡിയോ ഇങ്ങനെ കൂടിപ്പോണായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം നല്ലൊരു പടം. ഏകദേശം 2.5 മണിക്കൂർ അടുപ്പിച്ച് ഈ സിനിമ ഉണ്ട്. നമുക്ക് ആദ്യം വിചാരിക്കും സിനിമ ഭയങ്കര ലാഗായിരിക്കും. ആ ഒരു ലാഗൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല. വേറെ ഒരു തോന്നൽ മാത്രമായിരുന്നു സത്യം പറഞ്ഞത്. ഇതിലൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി തീയാണ്. നിങ്ങൾ സിനിമ കാണണം. ഈ സിനിമയിലെ തീ നമ്മൾ കണ്ടുമടുത്തായിരിക്കും. ഒരുപാട് സിനിമയിൽ ഇതിൻ്റെ കാരണം എന്താണ് നമ്മൾ ഒരു സിനിമ ഇങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് തോന്നുന്നു എന്തായിരിക്കും ഇതിൻ്റെ കാരണം. ഇതിൻ്റെ കാരണം ഇതിൽ പറയുന്നുണ്ട്. ഇത് ഫ്ലാഷ് ബാക്ക് ആയിട്ട് സാധാരണ ഏത് സിനിമയിലും ഫ്ലാഷ് ബാക്ക് ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ ഇങ്ങനെ വലിച്ചു നീട്ടും. ഫ്ലാഷ് ബാക്ക് 5 മിനിറ്റിൽ പറഞ്ഞു തീർത്ത്. ഇതാണ് കാരണം. ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം 5 മിനിറ്റിനകത്ത് കിട്ടും. എനിക്കിഷ്ടപ്പെടും. ഐ ലൈക്ക് ഇറ്റ്. ബൈ.